MLA സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയിയെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടത് PV അൻവർ തന്നെ. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലും യുവ വോട്ടർമാർക്കിടയിലും സ്വാധീനമുറപ്പിക്കാൻ VS ജോയിക്ക് കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെയും കണക്കുകൂട്ടൽ. അതേസമയം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ DCC അധ്യക്ഷന്മാർ മത്സരിക്കേണ്ടതില്ലെന്ന് ദേശീയ നേതൃത്വം നിലപാട് കടുപ്പിച്ചാൽ VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വം പരുങ്ങലിലാകും. മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി കൂടിയായ ആര്യ ഡെൻ ഷൗക്കത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതും ഈ സാഹചര്യമാകും. മണ്ഡലത്തിലെ പൊതുപരിപാടികളിലടക്കം ഷൗക്കത്ത് സജീവമാണെങ്കിലും DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയുമായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം ജയസാധ്യതകളെ ബാധിച്ചേക്കുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതേസമയം മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള PV അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അടുത്ത UDF യോഗത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന. തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഭാഗമാക്കുകയും PV അൻവറിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്താൽ ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജി മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തുമെന്നും ഇത് കോൺഗ്രസ് തൃണമൂൽ അകലം ഇല്ലാതാക്കുമെന്നുമാണ് അൻവർ അനുകൂലികളുടെ വാദം. മമതയ്ക്കൊപ്പം പ്രിയങ്ക കൂടി നിലമ്പൂരിലേക്ക് പ്രചാരണത്തിനെത്തിയാൽ ദേശീയ തലത്തിലും അതിന്റെ പ്രതിഫലനമുണ്ടാകുമെന്നാണ് തൃണമൂൽ നേതാക്കളുടെ അവകാശവാദം. അതേസമയം അൻവറിന് കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് വനിതാ പ്രാതിനിധ്യവും മുസ്ലിം പ്രാതിനിധ്യവും ഉൾക്കൊള്ളുന്ന പുതുമുഖത്തെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്ന കാര്യവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളതായാണ് സൂചന. അനുകൂല രാഷ്ട്രീയ സാഹചര്യം സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തമ്മിലടിച്ച് ഇല്ലാതാക്കരുതെന്ന പൊതുവികാരമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അതേസമയം നിലമ്പൂർ നിലനിർത്തേണ്ടത് ഇടതുപക്ഷത്തിന് മുൻപിൽ അനിവാര്യതയായി മാറുന്നത് PV അൻവറിന് മുൻപിൽ മുട്ടുമടക്കാതിരിക്കേണ്ടതിനു വേണ്ടിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യൻ തന്നെ ചേരുന്നു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ നിലമ്പൂർ നിലനിർത്തേണ്ടത് ഇടതുമുന്നണിയുടെ അഭിമാന പ്രശ്നമാണ്. അതിനുവേണ്ടി അങ്ങ് ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും ആര് UDFൽ സ്ഥാനാർത്ഥിയാകും എന്നറിയട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണോ ഇടതുമുന്നണി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആരായിരിക്കും UDFൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ സൂചനയുണ്ടോ? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാൻ? ഭവ്യ, നിലമ്പൂരിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തേണ്ടത് ഒരേപോലെ UDFനും അതേപോലെ UDFന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്ന PV അൻവറിനും അനിവാര്യതയാണ്. കാരണം അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങളിൽ കഴമ്പുണ്ട് എന്ന് അൻവറിന് തന്നെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവിടെ LDFനെ പരാജയപ്പെടുത്തിയേ മതിയാകൂ. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ PV അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച് ഇപ്പോഴും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് മാറ്റിക്കൊണ്ട് അടുത്ത UDF യോഗത്തിൽ അൻവറിനെ UDFലേക്ക് എടുക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയായേക്കുമെന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും പല പേരുകൾ UDFന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയുടെയും അതോടൊപ്പം മുൻ സ്ഥാനാർത്ഥിയും അതോടൊപ്പം ആര്യാടൻ മുഹമ്മദിന്റെ മകനുമായ ആര്യാടൻ ഷൌക്കത്തിന്റെ പേരുമാണ്. ഈ രണ്ടുപേരിൽ ഒരാൾ സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള തരത്തിലുള്ള സൂചനകളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നേതൃത്വത്തിന് മുൻപിൽ ഇവർ രണ്ടുപേരെ പരിഗണിക്കുമ്പോഴും ഒരേപോലെ വെല്ലുവിളിയാകുന്നത് VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ആര്യാടൻ ഷൌക്കത്ത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് നേതൃത്വത്തിന് ഉറപ്പായി കഴിഞ്ഞു. തിരിച്ച് ആര്യാടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് VS ജോയിയെ അനുകൂലിക്കുന്ന വിഭാഗവും കടുത്ത എതിർപ്പിൽ തന്നെയാണ്. ഇവരിൽ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഈ പരസ്പരം പ്രാദേശികമായി അവിടെ നിലനിൽക്കുന്ന തർക്കങ്ങൾ അവരുടെ രണ്ടുപേരുടെയും ജയസാധ്യതകളെ ബാധിച്ചേക്കാമെന്നൊരു പൊതുവിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. പക്ഷേ VS ജോയിക്ക് വേണ്ടി മുതിർന്ന നേതാക്കളടക്കം ഹൈക്കമാൻഡിന് മുമ്പിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ VS ജോയിക്ക് വേണ്ടി അത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്നത്. പക്ഷേ VS ജോയി തൽക്കാലം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരട്ടെ, തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, പാർട്ടിയെ തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കിയാൽ മതി എന്നൊരു പൊതു നിലപാട് അത് ഹൈക്കമാൻഡ് നേതൃത്വം സ്വീകരിച്ചാൽ ജോയിയുടെ പേര് മാറ്റി നിർത്തി മറ്റ് പേരുകളിലേക്ക് ചർച്ച കിടക്കും. അവിടെയാണ് നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് വീണ്ടും സജീവമാകാനുള്ള സാധ്യത. എന്തായാലും ഇവർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു നീക്കം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. അത് ഫലം കണ്ടാൽ ആര്യാടൻ ഷൌക്കത്തിന് തന്നെയായിരിക്കും വഴി തുറക്കപ്പെടുക. അതല്ല, ആര്യാടൻ ഷൌക്കത്തിനെ മാറ്റി നിർത്തുന്ന മറ്റൊരു പേരിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായാൽ ഷൌക്കത്ത് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടന്നേക്കുമെന്ന അഭ്യൂഹം വരെ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഷൌക്കത്തിനെ അങ്ങ് മാറ്റി നിർത്താൻ കഴിയില്ല. ഇനി
ജയസാധ്യത മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുകയെന്ന് കോൺഗ്രസ് നേതൃത്വം കൃത്യമായ സൂചന നൽകുമ്പോഴാണ് PV അൻവറിന്റെ ഒരു പിന്തുണ ഉറപ്പാക്കേണ്ടത് അവിടെ അനിവാര്യതയായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള MLA കൂടിയായിരുന്ന PV അൻവറിനെ UDFന്റെ ഭാഗമാക്കണം. അങ്ങനെ അവിടെ കൃത്യമായി UDFന് പിന്തുണ ഉറപ്പാക്കിയാൽ മാത്രമേ അവിടെ വിജയം ഉണ്ടാകുകയുള്ളൂ എന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിൽ ഉടലെടുക്കുന്നത്. അവിടെ അൻവറിന്റെ പാർട്ടിയായ തൃണമൂലിനെയും UDFന്റെ ഭാഗമാക്കിയാൽ അൻവർ തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചേക്കാമെന്നുള്ള തരത്തിലുള്ള സൂചനകൾ തൃണമൂൽ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം അതിനെ എങ്ങനെ പരിഗണിക്കും എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. ഒരുപക്ഷെ ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെ കഷ്ടിച്ച് കാലാവധി ബാക്കിയുള്ളൂ. അവിടെ PV അൻവർ അങ്ങനെയൊരു അവകാശവാദത്തിൽ ഒരു കടമ്പിടുത്തം തുടരുമോ അതോ അതിനപ്പുറത്തേക്ക് അൻവറിന് മറ്റെന്തെങ്കിലും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വ്യക്തത കൈവരാനുണ്ട്. അതിനിടയിലാണ് ഒരു പൊതുസമുദായ പുതുമുഖത്തെ കൂടി അവിടേക്ക് പരിഗണിക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളും കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായി മാറിയിരിക്കുന്നു. ശരി, എന്തായാലും നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഡാൻ കുര്യനുമൊപ്പം CV അനുമോദുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.